കാസർഗോഡ് കൊളത്തൂർ നിടുവോട്ട് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങിയത് 5 വയസ്സുള്ള പെൺപുലി. നിടുവോട്ടെ റബ്ബർ തോട്ടത്തിൽ സ്ഥാപിച്ച കൂട്ടിലാണ് ദിവസങ്ങളായി പ്രദേശത്തെ വിറപ്പിച്ച പുലി കുടുങ്ങിയത്. പുലി കുടുങ്ങിയ വിവരമറിഞ്ഞ് 100 കണക്കിന് പേരാണ് സ്ഥലത്തേക്ക് ഇരച്ചെത്തിയത്. Bindu Jewelry, Kasargod. Gold, diamond, birthstone, silver, 100% BIS 916 Hallmark Gold. ദിവസങ്ങളായി കൊളത്തൂർ നിടുവോട്ട് പ്രദേശം പുലിഭീതിയിലായിരുന്നു. ഇതോടെയാണ് പുലിയെ പിടികൂടുന്നതിനായി നിടുവോട്ടെ എം ജനാർദ്ദനന്റെ റബ്ബർ തോട്ടത്തിൽ വനം വകുപ്പ് അധികൃതർ കൂട് സ്ഥാപിച്ചത്. ഈ കൂട്ടിൽ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് പുലി കുടുങ്ങിയത്. കൂട്ടിൽ കെട്ടിയിരുന്ന നായയുടെ കരച്ചിൽ കേട്ട് പരിസരവാസികൾ ഓടിയെത്തിയപ്പോഴാണ് പുലിയെ കണ്ടത്. വിവരം ഉടൻ തന്നെ വനം വകുപ്പ് അധികൃതരെ അറിയിച്ചു. ഇതിനിടയിൽ പുലി കുടുങ്ങിയ കാര്യം കാട്ടുതീ പോലെ പടർന്നു. 100 കണക്കിന് പേരാണ് സ്ഥലത്തേക്ക് ഇരച്ചെത്തിയത്. വനപാലകരെത്തി പച്ച നിറത്തിലുള്ള നെറ്റ് വിരിച്ച് മറച്ചുവെങ്കിലും നാട്ടുകാർ ബഹളം വെച്ചു. പുലിയെ കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബഹളം. തുടർന്ന് വല നീക്കി പുലിയെ കാണിച്ച ശേഷം വനം വകുപ്പിന്റെ പള്ളത്തുങ്കാൽ ഓഫീസിലേക്ക് കൊണ്ടുപോയി. കൂട്ടിൽ കണ്ട സമയത്ത് പുലിയുടെ കണ്ണിന് സമീപത്ത് ചെറിയ പരിക്കുകൾ കണ്ടിരുന്നു. എന്നാൽ വിശദമായ പരിശോധനയിൽ പരിക്ക് സാരമുള്ളതല്ലെന്ന് ഉറപ്പിച്ച ശേഷം വനത്തിനകത്ത് രാത്രി തന്നെ പുലിയെ വിട്ടയച്ചതായി അധികൃതർ പറഞ്ഞു. 5 വയസ്സുള്ള പെൺപുലിയാണ് കൂട്ടിൽ കുടുങ്ങിയതെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 4 രാത്രിയിൽ കൊളത്തൂർ മടന്തക്കോട്ട് തുരങ്കത്തിൽ കുടുങ്ങിയ നിലയിൽ പുലിയെ കണ്ടിരുന്നു. പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടുവാൻ ശ്രമം നടത്തിയെങ്കിലും ലക്ഷ്യം കണ്ടിരുന്നില്ല. പിന്നീട് വിളക്കുമാടം, ആയംകടവ്, പനയാൽ, ശങ്കരങ്കോട് ഭാഗങ്ങളിൽ പുലിയെ പലരും കണ്ടിരുന്നു. അതേസമയം കൊളത്തൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ പുലിഭീതി തുടരുകയാണ്. ആയമ്പാറയിലും അമ്പലത്തറ മീങ്ങോത്തും പുലി സാന്നിധ്യമുണ്ടോ എന്നറിയുന്നതിനായി വനം വകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.